വീണ്ടും കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ജില്ലയുടെ കിഴക്കൻ മേഖലകളായ പാലാ, ഈരാറ്റുപേട്ട, മുണ്ടക്കയം എന്നിവിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കോട്ടയം കാരാപ്പുഴ ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 225-ലധികം പേരാണ് കഴിയുന്നത്. ഇല്ലിക്കൽ, കാരാപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവരാണ് ക്യാമ്പിൽ കഴിയുന്നത്. കാരാപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജ്യോതിഷ് മോഹൻ ചേരുകയാണ്. ജ്യോതിഷ്, ഇപ്പോൾ വലിയ ആശ്വാസം, മഴ ഇറങ്ങി തുടങ്ങിയിട്ടൊപ്പം വെള്ളവും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ക്യാമ്പിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക് വീട്ടിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടില്ല. എങ്കിൽ കൂടിയും എത്ര വലിയ ആശ്വാസകരമായ കാഴ്ചയാണ് ഇപ്പോൾ മുന്നിലുള്ളത്? തീർച്ചയായിട്ടും സൈഫു, മഴ ഒരു ചെറിയൊരു ശമനം ഉണ്ടെന്ന് പറയാം. അതൊരു ആശ്വാസകരമാണ്. പക്ഷേ പൂർണ്ണമായിട്ടും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല. വെള്ളക്കെട്ട് അതേപോലെ തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഇല്ലിക്കൽ, അതുപോലെ തന്നെ കുമരകം, വൈക്കം, അത്തരത്തിലുള്ള പ്രദേശങ്ങൾ, അയ്മനം, ആർപ്പൂക്കര തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ ക്യാമ്പുകളിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാരാപ്പുഴ സ്കൂളിലെ ഒരു ക്യാമ്പിലാണ് നിൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാൻ ആളുകളെല്ലാം തന്നെ ഉണ്ട്. ക്യാമ്പിൽ നിരവധി ആളുകളുണ്ട്. 225-ലധികം ആളുകൾ ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ഏകദേശം ഒരു 117ഓളം സ്ത്രീകളും 110 പുരുഷന്മാരും ഉണ്ട്. നിരവധി കുട്ടികളും അത്തരത്തിൽ തന്നെ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ഏതായാലും ഈ ക്യാമ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. അത് മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യങ്ങളുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടുള്ളൊരു ക്യാമ്പാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മേഡം, ഇത് ഏതൊക്കെ പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്? കാരാപ്പുഴ, മാക്കിപ്പാലം, 16 ചിറ, ഇല്ലിക്കല്, പാറപ്പാടത്ത് നിന്നൊക്കെ 1-2 പേരേ ഉള്ളൂ. പിന്നെ അവിടെ ക്യാമ്പുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ വാർഡിനും ഒരു 4-5 വാർഡിലുള്ള ആൾക്കാർ ഇവിടെ കൂടുതലായിട്ടും. എല്ലാ ഭക്ഷണ സൗകര്യങ്ങളും എല്ലാവരും ഇവിടെ വെക്കുക. 2 ദിവസം കൊണ്ട് കൊടുത്തു. ഇന്നലെ ഉച്ച വരെയും കൊണ്ട് കൊടുത്തു. ഇന്നലെ വൈകിട്ട് തൊട്ട് പിന്നെ ഇവിടെ വെക്കുക. ഇന്നിപ്പം വലിയ ഇതെല്ലാം എടുത്തു. ഇന്നിപ്പോൾ 250 പേരുടെ ഭക്ഷണത്തിനുള്ള പാത്രം വാടകയ്ക്ക് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അസുഖബാധിതരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ചെക്കപ്പുണ്ട്. പല തരത്തിലുള്ള അസുഖക്കാരുണ്ട്. അവരെല്ലാം താഴെ കിടത്തിയിട്ടുണ്ട്. ഹാളിനകത്ത് കിടക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. BP മറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന ആ ദൃശ്യങ്ങൾ കാണാം. ക്യാമ്പിലേക്ക് വരുന്ന ആളുകളെല്ലാം തന്നെ അത്തരത്തിൽ വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കൗൺസിലറോട് ചോദിക്കാം, എത്ര ആളുകൾ ഇപ്പം നിലവിൽ ഇവിടെ വന്നിട്ടുണ്ട്? നമുക്കിപ്പോൾ ഒരു 270 ആൾക്കാരോളമായി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ദിനംപ്രതി നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. രാവിലെ കണ്ട ഒരു സിറ്റുവേഷൻ അല്ല. വീണ്ടും അലർട്ടുകൾ ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 2-3 ദിവസത്തേക്ക് റെഡ് അലർട്ട് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലപോലെ കൂടും. ഇപ്പം ഞാൻ 45-ാം വാർഡിന്റെ കൗൺസിലറാണ്, 16 ചിറ. നമുക്ക് ഇന്നലെ മുതൽ വെള്ളം കയറാൻ തുടങ്ങി ഒരുമാതിരി. പക്ഷെ ഇന്നൊക്കെ ഇപ്പം നമ്മുടെ വാർഡിന്റെ ഒരു 3/4 പങ്കും ഇപ്പം വെള്ളത്തിലാണെന്ന് തന്നെ പറയാം. ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൗൺസിലർ പറഞ്ഞ പോലെ തന്നെ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടെങ്കിൽ പോലും മഴ ഇനിയിപ്പോൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ വീണ്ടും ദുർഘടമാവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമുക്ക് മെഡിക്കൽ ടീം ഇവിടെ ഉണ്ട്. എല്ലാ മരുന്നുകളും ഉണ്ടോ? അത്യാവശ്യം എല്ലാ മരുന്നുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം നമ്മൾ ഈ എലിപ്പനി ഒക്കെ ഉള്ള മരുന്നുകളൊക്കെ ഇപ്പോൾ കൊടുക്കണം, നിർബന്ധമായിട്ട് കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? ഉണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും എല്ലാം പ്രതിരോധത്തിനുള്ള എല്ലാ മരുന്നുകളും നമ്മുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ മരുന്നുകളുടെ ഒക്കെ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കാം. ഇപ്പുറത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മരുന്നുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ക്യാമ്പിൽ ഉണ്ട്. എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ക്യാമ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരാപ്പുഴ ഹൈസ്കൂളിലാണ്. ഇത്തരത്തിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും അത്തരത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഉള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ 225-ലധികം ആളുകൾ ഈ ഇല്ലിക്കൽ തുടങ്ങിയ പ്രദേശം, കാരാപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകളാണ് കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ മെഡിക്കൽ സംഘം ഇവരുടെ ഡീറ്റെയിൽ എല്ലാം എടുത്ത് ഇങ്ങനെ പോകുന്നത് കാണാം. എവിടെ സ്ഥലം? ഇവിടെ വേളൂര്. എന്നാ വന്ന ക്യാമ്പിൽ? ഞങ്ങൾ ഇന്നലെ രാവിലെ. ഇവിടെ എല്ലാ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഭക്ഷണം, വെള്ളം എല്ലാം ഉണ്ട്. എത്ര പേര് വന്നു വീട്ടിൽ നിന്ന് ക്യാമ്പിലേക്ക്? ഞങ്ങൾ 2 പേര്.
അത് തന്നെയാണ്, ക്യാമ്പിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഇപ്പോൾ തന്നെ 225-ലധികം ആളുകൾ ഈ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ കൂടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇനിയും ആളുകൾ എത്തും. പക്ഷെ നിലവിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ മഴയുടെ ഒരു ചെറിയ ശമനമുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആളുകളെല്ലാം തന്നെ വീട് വിട്ട് ഇപ്പോൾ ക്യാമ്പിൽ അഭയം പ്രാപിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ കുട്ടികളടക്കം നിരവധി പ്രായമായ ആളുകൾ, പ്രായമായ അമ്മമാർ, അത്തരത്തിൽ നിരവധി ആളുകളാണ് ക്യാമ്പിൽ കഴിയുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും ക്യാമ്പിൽ ഒരുക്കി നൽകുന്നുണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന്. അത്തരത്തിൽ എല്ലാ വിധത്തിലും. എവിടുന്നാ വരുന്നത്? വെള്ളം കയറി എന്നാ എത്തിയത് ഇവിടെ? ഞങ്ങൾ മിനിഞ്ഞാന്ന്. ആരൊക്കെ വന്നു? വീട്ടിൽ നിന്ന് ആരൊക്കെ? ഞാനും മോളും ഹസ്ബൻഡും. അത് തന്നെയാണ് സാഹചര്യം. ഏതായാലും നിലവിൽ എവിടെ സ്ഥലം? ഇവിടെ വേളൂര്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാ ആളുകൾ ഇരിക്കുന്നത് നമുക്ക് കാണാം. ആളുകളെല്ലാം തന്നെ അത്തരത്തിൽ പ്രായമായ ആളുകളുണ്ട്. രണ്ടുപേരും നമുക്ക് പുളിനാക്ക പള്ളിയുടെ അപ്പുറത്ത് ഒരു മഴവിൽപ്പാലമുണ്ട്, അവിടെയാണ് ഇവർ താമസിക്കുന്നത്. ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് സന്തോഷിയേട്ടൻ, നമ്മുടെ ചെയർമാൻ, കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇക്കരെ കൊണ്ടുവന്നത്. ഫയറുകാരെ വിളിച്ചു. പാലത്തെ കൂടെ ഇപ്പുറത്തേക്ക് കടന്നു വന്ന നമ്മുടെ ഭാഗത്തൊക്കെ അതേ കൂടെ കയറി വരാൻ പറ്റത്തില്ല എനിക്ക്. പിന്നെ ഒരു പയ്യനെടുത്ത വണ്ടിയെ കൊണ്ട് കയറ്റിയത്. നമ്മളതിന് പറയുന്നത് അതിൽ കൂടെ ഇപ്പുറത്തോടെ അമ്മയ്ക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. എന്നാ വന്നത് ക്യാമ്പിലേക്ക്? ഉച്ചയായപ്പം. രണ്ടുപേരേ ഉള്ളോ? അത്രേ ഉള്ളൂ. മരുന്നും സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടോ? എല്ലാം ഉണ്ട്. ഭക്ഷണം എല്ലാം ലഭിക്കുന്നുണ്ട്. ഉണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ നിരവധി ആളുകളാണ് ഈ കൗൺസിലർ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി വീടുകളിൽ കഴിഞ്ഞത്. അവരെ എല്ലാം തന്നെ ഈ ഫയർ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും NDRFന്റെ നേതൃത്വത്തിലും മറ്റ് സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഇവാക്യുവേഷൻ നടത്തി വളരെ ദുർഘടമായ സാഹചര്യത്തിൽ നിന്നൊക്കെയാണ് ഈ ക്യാമ്പിലേക്കൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ തൊട്ടേ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പല മേഖലകളിലും ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ ഇത്തരത്തിൽ എത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ കാരാപ്പുഴ ക്യാമ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 225-ലധികം ആളുകൾ ഇപ്പോൾ നിലവിൽ ക്യാമ്പിലുണ്ട്. അതിൽ 117ഓളം സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ 110-ലധികം തന്നെ പുരുഷന്മാരുമുണ്ട്. നിരവധി കുട്ടികളുമുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇപ്പോഴും ഈ ക്യാമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.